ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഔഷധ ചെടിയെപ്പറ്റി വളരെ വിലയേറിയ ചില അറിവുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി എല്ലാവർക്കും അറിയാം. നാട്ടിൻപുറത്തുള്ള എല്ലാ വീടുകളിലും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നൊരു ചെടിയാണിത്. അപ്പോൾ നമ്മുടെ വേലിയിലാണെങ്കിലും അതുപോലെ ചട്ടിയിലാണെങ്കിലും ഒക്കെ വെച്ച് വളർത്തുന്നൊരു ചെടിയാണിത് കേട്ടോ. അപ്പോൾ ശംഖുപുഷ്പം എന്നാണ് ഇതിൻ്റെ പേര്. അപരാജിത എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണിത്. ഇതിൻ്റെ പല കളറിലും ഇതുണ്ട് കേട്ടോ. വെള്ള കളറ്, ഈ ഒരു വയലറ്റ്, അങ്ങനത്തുള്ള പല കളറിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇടം നേടിയ ഈ ചെടി നല്ലൊരു വള്ളിച്ചെടി എന്നതിൽ കവിഞ്ഞ് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ പല ഗുണങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുമുണ്ട് കേട്ടോ. അപ്പം അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ഇതെന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നട്ട് വളർത്താൻ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ വിത്തുകൾ ധാരാളമായിട്ട് ഇതിലുണ്ടാവും കേട്ടോ. പക്ഷെ ഒത്തിരി വിത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചെടിക്കൊരു അഭംഗി തന്നെയാണ്. ഇതിൻ്റെ വിത്തിന് ബീൻസിനോടുള്ള ഒരു സാമ്യതയുണ്ട് കേട്ടോ. ബീൻസ് മാതിരി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നട്ട് വളർത്താൻ വളരെ ഈസിയാണ്. വിത്ത് പാകി മുളച്ച് 4 ആഴ്ച കൊണ്ട് അതിൽ പൂക്കളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ നല്ല പടർത്തി തൂണുകളിലോ മറ്റോ പടർത്തി നല്ല ഭംഗിയായിട്ട് നമുക്ക് നിർത്താനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂക്കളും ഇലകളും എല്ലാം ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതിൽ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ട്യൂമറിനെ ചെറുക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ ചെടിക്ക് ഉണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ വീട്ടിലുള്ളത് 2 തട്ടുള്ള, അതായത് കൊണ്ടയായിട്ട് വരുന്ന ശംഖുപുഷ്പമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഒത്തിരി ഉണ്ടാകുന്ന സമയത്തെല്ലാം അത് പറിച്ച് തണലത്തിട്ട് ഉണക്കി ഞാൻ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ചർമ്മരോഗത്തിന് ഫലപ്രദമാണ്. മാനസിക സമ്മർദ്ദമാണെങ്കിലും മറവി, ഡിപ്രഷൻ, ഇതിനൊക്കെ ഫലപ്രദമായിട്ടുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വെളുത്ത പുഷ്പത്തിൻ്റെ വേര് ചതച്ച് ഒരു 2 ടീസ്പൂൺ നീരെടുക്കണം കേട്ടോ. അതിലൊരു ടീസ്പൂൺ വെണ്ണ ചേർത്ത് മിക്സാക്കി കൊടുത്താൽ കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിൽ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിൽ 2 പൂക്കളിട്ട് അത് തിളച്ച അപ്പം തന്നെ അങ്ങ് കുടിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ആ ഒരു രീതിക്ക് ഇതിൽ ടീ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളത്തിൽ ഇട്ട് ഉടനടി കുടിക്കരുത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം, അതായത് നന്നായിട്ട് വെട്ടി തിളച്ച 2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലൊരു 5 ശംഖുപുഷ്പം ചെറുതായിട്ടൊന്ന് ചതച്ച് അതിനകത്തിട്ട് ഒരു രാത്രി ഫുള്ളായിട്ട് വെക്കണം. അപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റുടൻ വെറും വയറ്റിൽ കഴിക്കണം. അപ്പോൾ നമ്മുടെ കാഴ്ചശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നൈറ്റ് ക്രീമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. മഴയൊക്കെ കൊണ്ട് അപ്പോൾ അതിൽ ചെറുതായിട്ടുള്ള മണ്ണും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി മാറ്റി സെറ്റാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ഇളകിയിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഞാനിനി നമുക്ക് നൈറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ബൗളിലോട്ട് ഞാനൊരു കുറച്ച് പൂക്കൾ, ഒരു 8-10 പൂക്കൾ ഞാനിട്ട് വെക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഇളക്കി ഒന്ന് വെക്കാം. ഒരു ഭാഗത്തേക്ക് അടച്ചങ്ങ് വെക്കാം കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് 2 കറ്റാർ വാഴയുടെ 2-3 പീസ് കറ്റാർ വാഴയുടെ പ്യുവറായിട്ടുള്ള പീസ് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് എടുത്ത് വരിക കേട്ടോ. അപ്പോൾ മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ വെച്ച് ഞാനത് അരിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അത് ഓൾറെഡി വെള്ളം അതിനകത്തുണ്ടാവും. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പയിലൊന്നും തന്നെ ഇല്ല. അരിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയമൊക്കെ വെച്ചപ്പോൾ അതിലത്തെ പൂക്കളുടെ നിറങ്ങളെല്ലാം ആ വെള്ളത്തിലോട്ട് അങ്ങ് വന്നിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ല അടിപൊളിയുള്ള ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ അരച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുള്ള കറ്റാർ വാഴ കൂടി അങ്ങ് ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലിട്ട് അങ്ങ് മിക്സാക്കി അങ്ങ് കൊടുക്കണം. ചർമ്മത്തിന് നല്ലൊരു ഷൈനിങ്ങും ബ്രൈറ്റ്നസ്സൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കും കേട്ടോ. നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പാണെങ്കിലും ശരി, കറുത്ത പാടുകളുണ്ടാവും, അതുപോലെ തന്നെ മുഖക്കുരുതിനെയൊക്കെ തടയാനുള്ള ഒരു കഴിവ് നമ്മുടെ ശംഖുപുഷ്പത്തിനുണ്ട്. അപ്പോൾ ഇത് ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഈ മിക്സിനെ നമ്മൾക്ക് ഡബിൾ ബോയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായതിന് ശേഷം അതിന് മീതെ ഈ ഒരു പാത്രം കൂടി വെച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കണം കേട്ടോ. ആ ഒരു ലിക്വിഡ് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ കളറിലൊക്കെ ഒരു വ്യത്യാസം വരുന്നത് കാണാം. അതേപോലെ തന്നെ ലിക്വിഡ് കുറച്ച് അങ്ങ് കട്ടിയായിട്ട് വരുന്നതും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുവിധം നമുക്ക് ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് വരെ നമ്മൾ അതിലിട്ടുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ഞാൻ ഇളക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു
നെയിൽ പാക്കും ക്രീമുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ചാനലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അങ്ങ് അമർത്തണം കേട്ടോ. അപ്പോൾ ഒരുവിധം ലിക്വിഡിൻ്റെ ആ പരിവൊക്കെ അങ്ങ് വിട്ട് ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ ആയി കഴിഞ്ഞപ്പോൾ ഞാനതിങ്ങ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നൈറ്റ് ക്രീം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ എന്താ പറയുക, ചുമ്മാ പൂക്കളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതെടുത്ത് നമുക്ക് നൈറ്റ് ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിതാ കൈത്തണ്ടയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ നൈറ്റ് ക്രീം എന്ന് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള ദോഷവും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ എന്നെന്നും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ കേട്ടോ. ഈ പൂക്കളൊക്കെ ഞാനിനി ഉണക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ തലയിൽ തേക്കുന്ന എണ്ണ കൂടി അങ്ങ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ഓക്കെ, ബൈ.